എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ഞാൻ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം രഹസ്യം ആണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 8ാമത്തെ ചാപ്റ്ററായ ലോകത്തിനുള്ള രഹസ്യം ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിൻ്റെ രത്നചുരുക്കം, അതായത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, അതാണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തിനെ പ്രതിരോധിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം വികാരസ്തോഭങ്ങളിലൂടെ നിങ്ങൾ അതിലേക്ക് ശക്തമായി മനസ്സ് കേന്ദ്രീകരിക്കുകയാണ്. എന്തിലെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഉള്ളിൽ നിന്ന് ചിന്തകളും വികാരങ്ങളും വഴി പുതിയ സിഗ്നലുകൾ പ്രസരിപ്പിക്കണം. നിഷേധാത്മകമായ കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെ സഹായിക്കാനാവില്ല. ഈ ലോകത്ത് നടക്കുന്ന അനിഷ്ട സംഭവങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ അവയെ വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, നിങ്ങളിലേക്ക് അത്തരം സംഭവങ്ങളെ കൂടുതലായി ആകർഷിച്ച് കൊണ്ടുവരികയും ചെയ്യും. ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിന് പകരം വിശ്വാസം, സ്നേഹം, ഐശ്വര്യം, വിദ്യാഭ്യാസം, സമാധാനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും തിരിച്ചുവിടുക. നല്ല കാര്യങ്ങൾ തീർന്നു പോകും എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവയെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളതിലും എത്രയോ അധികം ഈ പ്രപഞ്ചത്തിലുണ്ട്. ജീവിതം എപ്പോഴും സമൃദ്ധമായിരിക്കണം. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും മുഖേന അപരിമിതമായ പ്രപഞ്ചത്തിൽ നിന്ന് എന്തു വേണമെങ്കിലും എടുക്കാനും അവയെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവമാക്കാനും ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നിഷേധഭാവങ്ങളും വിരോധങ്ങളും അപ്രത്യക്ഷമാവുകയും നിങ്ങൾ ഏറ്റവും ഉന്നതമായ സ്നേഹത്തിൻ്റെ തരംഗദൈർഘ്യവുമായി യോജിക്കുകയും ചെയ്യും. ശ്രേഷ്ഠമായ ഈ ഗ്രഹത്തിൽ സ്വന്തം ജീവിതത്തെ സൃഷ്ടിക്കുവാനുള്ള അതിശയകരമായ സിദ്ധിയോടെ നിങ്ങൾ വാഴുന്നു. ചിന്തിക്കുവാനുള്ള നിങ്ങളുടെ കഴിവിന് അതിരുകളില്ല. അതിനാൽ നിങ്ങൾക്ക് വേണ്ടതെന്തും സൃഷ്ടിക്കുവാനുള്ള കഴിവിനും അതിരുകളില്ല. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്കാവില്ല. അവർക്ക് വേണ്ടി ചിന്തിക്കുവാൻ നിങ്ങൾക്കാവില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ സമാന ശക്തികളെ നിങ്ങളിലേക്ക് ആകർഷിക്കുക മാത്രമായിരിക്കും ഫലം. അതിനാൽ മറ്റുള്ളവരെ അവർക്ക് വേണ്ട ജീവിതം സൃഷ്ടിക്കാൻ വിടുക. എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്. നിങ്ങൾ അത് വിശ്വസിച്ചാൽ, നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞാൽ, അതിനൊത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അത് പ്രത്യക്ഷമാകും. അതാണ് സത്യം. ഈ പ്രപഞ്ചത്തിൽ ആകർഷണ നിയമം വഴി എല്ലാവർക്കും എല്ലാം ലഭ്യമാണ്. നിങ്ങൾ അനുഭവിക്കണമെന്നാഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. നാളെ ഞാൻ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും താങ്ക് യു.